കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVS യൂണിറ്റ് 2 ഇലക്കുമുണ്ട് പറയാൻ. എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ലേ? നമ്മൾ LSSന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യണം കേട്ടോ. ഏറ്റവും സിമ്പിളായ രീതിയിലാണ് കേട്ടോ ഈ യൂണിറ്റ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നമുക്കാദ്യം തായ്വേരു പടലം നോക്കാം. ഇത് തായ്വേരു പടലത്തിൻ്റെ വേരിൻ്റെ ചിത്രം, ബീജപത്രത്തിൻ്റെ ചിത്രം, ഇലയുടെ ചിത്രം നൽകിയിട്ടുള്ളത്. എന്താണ് വേരിൻ്റെ പ്രത്യേകത? ഒരു കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്നൊരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്നു. ഇല എങ്ങനെയുള്ളതായിരിക്കും? ജാലികാ ശിരാവിന്യാസമായിരിക്കും. ബീജപത്രങ്ങൾ ദ്വിബീജപത്രങ്ങളായിരിക്കും. നമുക്ക് അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. എന്താണ് തായ്വേര്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരു പടലം. താഴ്വേര് പടലമുള്ള സസ്യങ്ങളുടെ ഇലകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ജാലികാ ശിരാവിന്യാസമാണ്. അപ്പോൾ എന്താണ് ജാലികാ ശിരാവിന്യാസം? ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന ശിരാവിന്യാസമാണ് ജാലികാ ശിരാവിന്യാസം. അതായത് ഇലയുടെ മധ്യഭാഗത്ത് ിൽ നിന്നും തുടങ്ങി അഗ്രഭാഗം വരെ നീണ്ടു കാണുന്ന പ്രധാന സിരയും അതിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വലക്കണ്ണികളെ പോലെ കാണാം. അപ്പോൾ താഴ്വേര് പടലമുള്ള എല്ലാ സസ്യത്തിൻ്റെയും ഇലകൾ ജാലികാ ശിരാവിന്യാസമായിരിക്കും. എന്താണ് ദ്വിബീജപത്ര സസ്യങ്ങൾ? 2 ബീജപത്രങ്ങളുള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. അതായത് താഴ്വേര് പടലമുള്ള എല്ലാ സസ്യങ്ങളുടെയും ഇലകൾ ജാലികാ ശിരാവിന്യാസമായിരിക്കും, ബീജപത്രങ്ങൾ ദ്വിബീജപത്രങ്ങളായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. സസ്യങ്ങൾ ഏതൊക്കെയാണ്? മാവ്, തേക്ക്, പ്ലാവ്, റോസ്, ചെമ്പരത്തി, പേര, തുളസി, അരയാൽ, ഞാവൽ, പുളി, പയർ, കശുമാവ്, നിലക്കടല. നിങ്ങൾക്ക് അറിയുന്നതൊക്കെ എഴുതി ചേർക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത നമ്മൾ നോക്കുന്നത് നാരുവേരു പടലം. വേരുകളുടെ ചിത്രം കണ്ടില്ലേ? ബീജപത്രങ്ങൾ എത്ര എണ്ണാണ്? ഏകബീജപത്രങ്ങളാണ് അല്ലേ? ഇലകളോ സമാന്തര ശിരാവിന്യാസമാണ്. ആ നാരുവേരു പടലങ്ങളുടെയും ബീജപത്രങ്ങൾ ഏകബീജപത്രങ്ങളും ഇലകളുടെ വിന്യാസം സമാന്തര ശിരാവിന്യാസമായിരിക്കും. ഇതാ ഈ ചിത്രത്തിൽ നാരുവേരു പടലാണല്ലോ തന്നിട്ടുള്ളത്. ഈ വേരിൻ്റെ പ്രത്യേകതകൾ എന്താണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരേപോലെയാണ് അല്ലേ വേരുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് നാരുവേരു പടലം? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരു പടലം. നാരുവേരു പടലമുള്ള സസ്യങ്ങളുടെ ബീജപത്രങ്ങൾ ഏകബീജപത്രമായിരിക്കും അല്ലേ? അപ്പോൾ ഏകബീജപത്ര സസ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ ഏകബീജപത്ര സസ്യങ്ങൾ എന്നറിയപ്പെടുന്നു. ഇവയുടെ ഇലകൾ എങ്ങനെയുള്ളതാണ്? സമാന്തര ശിരാവിന്യാസമായിരിക്കും അല്ലേ? അപ്പോൾ എന്താണ് സമാന്തര ശിരാവിന്യാസം? ഇലകളിൽ സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നതിനെ സമാന്തര ശിരാവിന്യാസം എന്ന് പറയുന്നു. അതായത് ഇലകളിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്നും തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്തെത്തി യോജിക്കുന്നു. മനസ്സിലായില്ലേ? നാരുവേരു പടലത്തിൻ്റെ ബീജപത്രം ഏകബീജപത്രം, ഇലകൾ സമാന്തര ശിരാവിന്യാസം. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. തെങ്ങ്, കവുങ്ങ്, പന, നെല്ല്, മുള, പുല്ല്, ഗോതമ്പ്, തിന, ചോളം, കരിമ്പ്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ഇതാ ഇവിടെ ഈ ചിത്രത്തിൽ മുളച്ചു വരുന്ന നെൽവിത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും പയർവിത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും തന്നിട്ടുണ്ട്. വിത്തുകളൊക്കെ മുളച്ചു വരുമ്പോൾ ആ മുളക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിൻ്റെ ഏതു ഭാഗമാണ്? അതാണ് ബീജമൂലം. ബീജമൂലത്തിന് ശേഷം വളർന്നു വരുന്ന ചെടിയുടെ ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം വളർന്ന് പിന്നീട് ചെടിയുടെ കാണ്ഡമായി മാറുന്നു. ബീജമൂലം വളർന്ന് പിന്നീട് ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം കാണ്ഡമായി മാറുന്നു. ഇതാ ഈ ചിത്രത്തിൽ ഈ ഇലയുടെ താഴെയുള്ള ഈ കട്ടിയുള്ള ഭാഗങ്ങളെ ബീജപത്രങ്ങൾ എന്ന് പറയും. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? നാരുവേരു പടലത്തിൻ്റെ ബീജപത്രങ്ങൾ ഏകബീജപത്രവും താഴ്വേരു പടലത്തിൻ്റെ ബീജപത്രങ്ങൾ ദ്വിബീജപത്രങ്ങളുമായിരിക്കും. വിത്ത് മുളക്കാൻ ആവശ്യമായ ആഹാരം സംഭരിക്കുന്നത് എവിടെയാണ്? ബീജപത്രങ്ങളിൽ.
ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി വലിപ്പം കുറയുന്നത് എന്തുകൊണ്ട്? ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നതാണ് ഇതിനു കാരണം. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരം ഉപയോഗിച്ചാണ് ചെടികൾ വളരുന്നത്. ഇതാണ് യൂണിറ്റ് 2 ഇലക്കുമുണ്ട് പറയാൻ എന്ന പാഠഭാഗം കേട്ടോ. ഇത് പ്രധാനപ്പെട്ട ഭാഗമാണ്. വേരുപടലങ്ങൾ തന്നിട്ടതിൻ്റെ ശിലാവിന്യാസങ്ങളും ബീജപത്രങ്ങളൊക്കെ ചോദിക്കൂട്ടോ. മക്കളെ, നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? താഴ്വേരു പടലം. താഴ്വേരു പടലത്തിൻ്റെ ഇലയുടെ ശിലാവിന്യാസം ഏതാണ്? ജാലികാ ശിലാവിന്യാസം, ദ്വിബീജപത്രം. പിന്നെ നാരുവേരു പടലം, സമാന്തര ശിലാവിന്യാസം, ഏകബീജപത്രം. ഉദാഹരണങ്ങൾ പഠിച്ചു. ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു 10 സസ്യത്തിൻ്റെ പേര് എഴുതുക. അതിൻ്റെ വേരുപടലം, ശിലാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം എഴുതി ചേർക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. LSSനൊക്കെ നന്നായിട്ട് മാർക്ക് വാങ്ങാൻ കഴിയട്ടെ.